മാമ്പഴവും ബ്രെഡും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണെന്ന് റെഡിയാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം. ഇന്ത്യൻ ക്ലാസിക് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാൻ നല്ല പഴുത്ത മാമ്പഴം ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തൊരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ക്യാരമൽ ബ്രെഡ് മാംഗോ പുഡിങ്ങാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഷുഗർ ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ഒരു പഴയ അലുമിനിയം പാത്രമാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. ഈ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുഡിംഗ് ബൗളിൽ ഒരല്പം ബട്ടർ പുരട്ടി അത് മാറ്റി വെച്ചിട്ടുണ്ട്. ക്യാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ ഇതുപോലെ മെൽറ്റ് ആയി ക്യാരമലൈസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ക്യാരമലൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷുഗർ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ പുഡിംഗ് ട്രേയിലേക്ക് നമ്മളിത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സെറ്റായി വരുന്നതിന് മുമ്പായി തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്കിത് മൊത്തത്തിൽ ആയി കിട്ടുകയുള്ളൂ. ടോട്ടലി ഇത് കവർ ചെയ്തെടുക്കുന്നില്ല. ഒരു ചെറിയൊരു ഡോട്ട് പോലെ ഒരു സ്ഥലത്തും വന്നാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ക്യാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി 2 സോസ് പാൻ എടുത്തിട്ട് ഒന്നിലേക്ക് നമ്മൾ മിൽമയുടെ പാല് 1 ലിറ്ററിൻ്റെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. പാലൊക്കെ തിളപ്പിക്കാൻ വയ്ക്കുന്നതിന് മുന്നേ ഞാൻ ഒരു 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് ഇതൊന്ന് കുതിർന്നോട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി പാലും ഇതിൻ്റെ ഫ്ലെയിമും ഓൺ ചെയ്ത് ചൈന ഗ്രാസിൻ്റെ ഫ്ലെയിം ഒരേ സമയം തന്നെ വേണം ഓൺ ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം രണ്ടും ഒരേ കുക്കിംഗ് ടൈം വേണം, ഒരേ ഹീറ്റും ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്യുമ്പം പാല് പിരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ചൈന ഗ്രാസ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വേണം നല്ലവണ്ണം മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. പാല് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത്. ചൈന ഗ്രാസ് നന്നായി മെൽറ്റായി തിളച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാലിത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ കൂടെ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഷുഗറായി കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിൻ്റെ കൂടെ തിളയ്ക്കുന്ന പാലിലേക്ക് നമ്മൾ സ്ലോ ഫ്ലെയിം ആക്കി വെച്ച് കൊടുത്തതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന ചൈന ഗ്രാസ് ഇത് ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് കൂടി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടിൻ്റെ ഹീറ്റ് ഒരുപോലെ ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി ഇളക്കി കൊടുത്ത് വേണം ഇത് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കാൻ. പുഡിങ്ങിൽ പ്രധാനമായിട്ട് പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് പിരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റെയർ ഉപയോഗിച്ച് നമ്മളിങ്ങനെ അരിച്ചിടുമ്പോഴത്തേക്കും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മെൽറ്റായി കിട്ടും. ഇനി ഒരു 10 മിനിറ്റ് അല്ല ഒരു 10 സെക്കൻഡ് ചെറിയ തീയിൽ വെച്ചൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇത്രയും മതിയാകും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് പുഡിംഗ് ട്രേയിലേക്ക് നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. പുഡിംഗ് ട്രേയിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ബ്ലാക്ക് റൈസിൻസും ഗോൾഡ് റൈസിൻസും കിവി ഫ്രൂട്ടും ആപ്രിക്കോട്ടും ചെറിയും സ്ട്രോബെറിയൊക്കെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ അടുത്ത് ഇട്ട് കൊടുക്കുന്നത് മാംഗോ പീസസ് ആണ്.
മാംഗോ പീസസും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മിക്സില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് പീസസ്, നമ്മൾ ബ്രെഡ് പുഡിങ് കൂടെയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് പീസസ് ഒരു 4-5 സ്ലൈസ് ബ്രെഡ് എടുത്ത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇങ്ങനെ ഒന്ന് അടുക്കി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്യാപ്പൊന്നും ഇല്ലാതെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അരികൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഇരിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. ഒരു ഭാഗം അവോയ്ഡ് ചെയ്ത് തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. പൊടിയും കൂടെ ഒന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലവണ്ണം അമർത്തി വെച്ച് കൊടുക്കാൻ, എന്നാലേ സെറ്റായി കിട്ടുകയുള്ളൂ. ബ്രെഡ് കുതിർന്ന് വരുമ്പോഴേക്കും ഇത് നല്ലവണ്ണം ഈ ലിക്വിഡൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് നല്ലവണ്ണം കുതിർന്ന് വരുമ്പോഴേക്കും സെറ്റായി കിട്ടും. മാംഗോ പീസസ് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് തണുത്തതിന് ശേഷം കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. വെച്ച പുഡിങ് ചൂടാറിയതിന് ശേഷം നന്നായി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമ്മുടെ പുഡിങ്ങൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാർട്ടികൾക്കോ ഈദിനൊക്കെ ഇനി വരാൻ പോകുന്ന ഒരു മാസത്തിനുള്ളിൽ ഈദ് വരും, അതിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ട് ഐറ്റമാണിത്. അപ്പോൾ ഈസി അല്ലേ നമുക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട്. വീഡിയോയിൽ കുറച്ചുകൂടി ലെങ്തി ആയിട്ട് കാണുന്നുണ്ടെങ്കിലും മാംഗോ പീസ് അരിഞ്ഞെടുക്കുക, കസ്റ്റേർഡ് ഷുഗർ കാരമലൈസ് ചെയ്യുക, പിന്നെ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് പാലും മെൽറ്റ് ചെയ്ത് ആഡ് ചെയ്ത് എടുക്കാവുന്ന ഒരു സമയമേ ഉള്ളൂ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ പുഡിങ് കിട്ടിയിട്ടുള്ളത്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട് തന്നെ, നല്ല ടേസ്റ്റാണിത്. നല്ല ക്രീമി ടേസ്റ്റാണ്. നമ്മൾ മിൽക്ക് മെയ്ഡിൽ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ പുഡിങ്. ഇത് കണ്ടോ, നല്ല മാംഗോ പീസൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും മാങ്ങ പീസും ഒക്കെ കടിക്കാൻ കിട്ടുമ്പം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒന്നും പറയാനില്ല, ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്.